നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, വെനിസ്വേലയിൽ ഇന്നുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ച എല്ലാ ഹതഭാഗ്യർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും എൻ്റെ സംഘടനയുടെയും ആദരാഞ്ജലികൾ. മറ്റൊന്ന്, സിനിമ നടി ശാരദയുടെ ജന്മദിന വാർഷികമാണ്. ആ മഹതിക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും ആശംസകളും. ഇപ്പോൾ ട്രിവാൻഡ്രം കോർപ്പറേഷനിൽ 20 BJP MLA ദൈവനാമത്തിലല്ല ഓരോ അമ്പലങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അത് ഹൈക്കോടതി എതിർത്തു. ഇപ്പോൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയിലോ അള്ളാഹു നാമത്തിലോ പറ്റുള്ളൂ, അല്ല ഓരോ അമ്പലങ്ങളുടെയും പേര് പറ്റില്ല. അപ്പോൾ ആൾദൈവങ്ങൾ പലതും ഉണ്ടാവും. ഇപ്പോൾ വീരപ്പൻ ആൾദൈവമാണ്, പക്ഷേ വീരപ്പന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. എന്തുമില്ലാട്ടെ, അതൊക്കെ നടക്കട്ടെ. മറ്റൊരു സംഭവം നമുക്കറിയില്ല, 1957 കേരളത്തിൽ അസംബ്ലി EMS മുഖ്യമന്ത്രിക്കായത് ആദ്യത്തെ. അന്ന് മുതൽ 1991 വരെയും ഈ ഡെപ്യൂട്ടി സ്പീക്കർക്ക് ക്യാബിനറ്റ് റാങ്ക് ഉണ്ടായിരുന്നു. ക്യാബിനറ്റ് റാങ്ക് കൊടുത്തത് ഈ 2091 മുതലാണ്. അപ്പോൾ അവർക്ക് അവരുടെ മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കുന്ന അവസരമില്ല. ആ കൊല്ലത്ത് ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അങ്ങനെ 91 പോയിട്ട് 36-35 വർഷം നീണ്ടുപോയി. ഇത്തവണ UDF ഗവൺമെൻറ് വന്നതിന് ശേഷം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും പ്രത്യേകിച്ച് സ്പീക്കറും കൂടി അതിൽ മാറ്റം വരുത്തി. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർക്കും ചീഫ് വിപ്പിനും ക്യാബിനറ്റ് റാങ്ക് ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊണ്ട് അവർക്ക് മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള സാധാരണ MLA ഉള്ള അവകാശം കൊടുത്തു. അത് നല്ല കാര്യം തന്നെയാണ്, നല്ല കാര്യം. പക്ഷേ അതുപോലെ കണ്ണി പൊടിയിട്ട് കാര്യമില്ല. CM കേരളത്തിൽ പൊതു സഞ്ചാരം, വിദ്യാഭ്യാസം, ആരോഗ്യപരിപാലനം ഇത് മൂന്നും തകരാൻ പോകുന്നതാണ് വിദഗ്ധന്മാർ പറയുന്നത്. അതിൻ്റെ വശമൊക്കെ നിങ്ങൾ പഠിക്കുക. ഇപ്പം പറയുന്നില്ല, വരാൻ പോകുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിപ്പോൾ ഇവിടെ എളമക്കരയിൽ 3.5 വർഷമായിട്ട് അവിടെ ഡ്യൂട്ടിയാണ് ആ സ്ത്രീ. ആ സ്ത്രീയുടെ മകൻ അവിടെ വർഷങ്ങളായിട്ട് വന്നു പോക്കുണ്ട് ദിവസവും. ആ മകനാണ് 21 വയസ്സുള്ള മകൻ. ആ മകനാണ് 3.5 വയസ്സുള്ള കുട്ടിയെ ദ്രോഹിച്ചു എന്നുള്ളത്. അപ്പോൾ ഈ കുട്ടികളെ അവിടെ വിടുന്ന രക്ഷകർത്താക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ ഒരു അങ്കണവാടിയിൽ അന്യൊരാൾ, അത് പുരുഷൻ അവിടെ വന്നു പോകുന്നില്ല. ഒരു അപാകത ആരും കണ്ടില്ലേ? നിങ്ങൾ നാട്ടുകാർ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്ക് എന്തിനു പിന്നെ വായി നോക്കിയിരിക്കുന്നത്? ആ സ്ത്രീ അമ്മ അങ്ങനെ അനുവദിക്കാവോ? ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? അതൊക്കെ വീണ്ടും ശ്രദ്ധിക്കുക പറയാണ്. നമ്മൾ ഇന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഈ അവയവ വിൽപ്പനയും അതിൻ്റെ അപാകതയെക്കുറിച്ചും ED അന്വേഷണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയാമെന്ന് പറഞ്ഞു. അത് ഇന്ന് പറയാണ്. ഇപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. ഒന്ന്, മാറമ്പള്ളി എന്ന് പറയും, എൻ്റെ ജന്മനാട് വാഴക്കുളമാണ്. അത് വടക്കേ വഴക്കും തെക്കേ വഴക്കും തന്നെയാണ്. അവിടെ 18 കോടി രൂപയുടെ കഞ്ചാവ് പിടിച്ചു. ആ കഞ്ചാവ് കിലോയ്ക്ക് 1 കോടി വിലയുണ്ട് വന്നു. അത് ഹെറോയിൻ പോലുള്ള സാധനമാണെങ്കിൽ 1 കിലോയ്ക്ക് ഈ ലോകമാർക്ക് 200 കോടിയാണ്. ഇന്നും സ്വർണത്തിന് 1 കോടി താഴെ വരുന്നത് 1 കിലോയ്ക്ക്. അപ്പോൾ 1:200 ആണ്. 1 കിലോ ഹെറോയിൻ കച്ചെന്നാൽ സ്വർണത്തിന് കിട്ടേണ്ട വില വെച്ച് നോക്കിയാൽ 200 ഇരട്ടി വിലയുണ്ട് അതിന്. അത്ര ഡിമാൻഡുള്ള സാധനമാണ്. അപ്പോൾ 10 ലക്ഷം രൂപ 1 ഗ്രാമിന് വരും. സ്വർണത്തിന് ഇപ്പോഴും 1 ഗ്രാമിന് 10,000 താഴെ ഉള്ളൂ. അവിടെയും ഇരട്ടി വ്യത്യാസമുണ്ട്. 10 ലക്ഷം 20 ലക്ഷം 1:20 വ്യത്യാസം. ഇവിടെ ലോകത്ത് നിയന്ത്രിക്കുന്നത് ഞാൻ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് അമേരിക്കൻ പോലീസ് അമേരിക്കൻ പ്രസിഡൻ്റാണെന്നാണ് ധാരണ. പക്ഷേ ആ അമേരിക്കൻ പ്രസിഡന്റിനെ പോലും നയിക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കൻ ശക്തി നയിക്കുന്ന 3 ശക്തി ലോകത്തുണ്ട്. ആദ്യം 2 ഒന്ന് ഈ കഞ്ചാവ് പോലുള്ള ലഹരിയും ആയുധവും. 3ാമതൊരു സാധനം അവയവ വിൽപ്പന. ഇത് 3 നയിക്കുന്നത്.
അപ്പോൾ അവയവങ്ങളുടെ വില ഒരു മനുഷ്യജീവന് വില നിശ്ചയിക്കാൻ പറ്റില്ല. നമ്മൾ ക്രൂഡ് ഓയിൽ കയറ്റി ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന കാര്യം കൊച്ചിയിലേക്ക് വരുന്ന കപ്പലിൽ എന്തെങ്കിലും അപകടം പറ്റിയ ഒരു SOS സന്ദേശം അയച്ചാൽ കരയിലുള്ള എല്ലാവരും പറയുന്നത് സേവ് യുവർ സോൾ, നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാനാണ്, അല്ലെ കപ്പൽ രക്ഷിക്കാനല്ല. എന്നൊരു കപ്പൽ ഏതാണ്ട് ഇന്നത്തെ കണ്ടിട്ട് 15,000 കോടി രൂപ വരും, ലോഡ് ചരക്ക് ഉൾപ്പെടെ. അപ്പോൾ 15,000 കോടി അല്ല ഒരു മനുഷ്യജീവിതം, മനസ്സിലായില്ലേ? അപ്പോൾ മനുഷ്യജീവിന് വില മതിക്കാൻ പറ്റില്ല. അപ്പോൾ 1 കോടി 2 കോടി ഒന്നും വലിയ വിഷയമില്ല. അപ്പോൾ കരലൊക്കെ മാറ്റി ഹൃദയമൊക്കെ മാറ്റി 1 കോടി 10 കോടിയൊക്കെ നടക്കണമെന്ന് പറഞ്ഞത്, പ്രത്യേകിച്ച് ഗൾഫുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവൻ്റെ വില അതിനേക്കാൾ വലുതല്ലേ. പാലക്കാട് ഇത് 1.5 വർഷം മുൻപ് ഒരു 5 വയസ്സുള്ള പെൺകുട്ടിയുടെ ശവം റെയിൽവേ സ്റ്റേഷനിൽ കിട്ടി. റെയിൽവേ സ്റ്റേഷൻ എടുത്ത് പാളത്തിൽ കിട്ടി. അത് അന്വേഷിച്ചപ്പോൾ അവയവമൊന്നും അതില്ല. 5 വയസ്സുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ ഈ 5-6 വയസ്സുള്ള കുട്ടികളിലാണ് ഇത് അവയവങ്ങൾ കൂടുതൽ യൗവനയുക്തമാണുള്ളത്, കൂടുതൽ ആരോഗ്യം, മാറ്റാനും പിടിക്കാനും എളുപ്പം, അതാണ് ഡിമാൻഡ്. അപ്പം അങ്ങനെ വലിയൊരു വ്യവസായമാണെന്ന് ലോകത്ത്, ഇന്ത്യയിൽ, കേരളത്തിലും. അതിന് ചെയ്യുന്ന ആശുപത്രികളും പരസ്യമായിട്ടും രഹസ്യമായിട്ടും പലതുമുണ്ട്. അത് ഏജൻറ്റുമാരും ഒക്കെ ഉണ്ട്. വലിയ വ്യവസായമാണ്. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള കാര്യമാണല്ലോ. ഇപ്പോൾ 18 കോടി രൂപയുടെ കഞ്ചാവ് പിടിച്ചു. നല്ല വില കൂടി കഞ്ചാവാണ്. 1 കിലോയ്ക്ക് 1 കോടി എന്നൊക്കെ പറഞ്ഞാൽ വലിയ സാധാരണ കഞ്ചാവ് അത്രയൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ആരാണത്? 2 ജെന്റിൽമാൻ, ഹസ്ബൻഡും വൈഫും. ഏത് ഹസ്ബൻഡ് വൈഫൊന്നും അല്ല, അതൊക്കെ ഒരു സഹപ്രവർത്തകരാണെങ്കിൽ പറയുന്നുണ്ടെങ്കിലൊന്നുമില്ല. അവർ പിടിച്ചാൽ ഇതൊക്കെ പുഷ്പം പോലെ പോവില്ലേ? കാരണം മുദ്ര തുറമുഖത്ത് വന്നിറങ്ങിയ കണ്ടെയ്നർ കണക്കിന് ഈ പറഞ്ഞ ഹെറോയിൻ പോലുള്ള വിദേശ ലഹരിയുണ്ട്. ആ സാധനം പോലീസ് പിടിച്ചതാണ്. എവിടെ പോയി? ആരുടെ കയ്യിലാണത്? അതുണ്ടെങ്കിൽ ഇന്ത്യയിൽ ജനങ്ങളിൽ പകുതി പേർക്കും മയക്കി കടത്താനുള്ള ശക്തി, അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അത് അറിയാലോ. 1 കിലോയ്ക്ക് 200 കോടിയൊക്കെ വിലയുണ്ടെങ്കിൽ കണ്ടെയ്നർ കണക്ക്. ഇവിടെ ചിലവർ നോട്ട് കണ്ടെയ്നർ വന്നാൽ പോലും ഈ ഹെറോയിൻ്റെ വില കിട്ടില്ല. കാരണം 1 മീറ്റർ സ്പേസിൽ 100-ൻ്റെ അല്ല, നമ്മുടെ 500-ൻ്റെ 1000-ൻ്റെ ആണ്. അതിലിപ്പോൾ 2000 1000 നോട്ട് കഴിഞ്ഞാൽ എത്ര കോടി ഉണ്ടാവും? ഇതല്ല, അത്രയും സ്ഥലത്തുള്ളതിൻ്റെ എത്ര കോടി വരുന്നറിയോ? അപ്പോൾ കണ്ടെയ്നർ നോട്ട് അടുക്കിനേക്കാൾ വിലയുണ്ട് കണ്ടെയ്നറിൽ വരുന്ന നമ്മുടെ ഇപ്പോൾ ഹെറോയിൻ പോലെ സാധനങ്ങൾക്ക്. അപ്പോൾ അത് നിയന്ത്രിക്കുന്ന ലോകശക്തിയാണ്, വൻ ശക്തിയാണ്, വൻ ലോബിയാണെങ്കിൽ അതിൻ്റെയൊക്കെ മുൻപിൽ നമ്മൾ ആരെന്നുള്ള ചോദ്യം വരും. ഇന്നിപ്പോൾ രമേശ് പറഞ്ഞ് ഞങ്ങൾക്ക് അന്താരാഷ്ട്ര മയക്കുമരുന്ന് പോലും ഞങ്ങൾക്ക് വിഷയമല്ല. എന്ത് വിഷയം? നമ്മുടെ കേരളത്തിൽ ആലോചിക്കുന്ന വിഷയം. ഇവർക്ക് കേസ് വാദിക്കാൻ ഒരുപടി കോടീശ്വരന്മാർ വരുന്നുണ്ട്. നമ്മളറിയാലോ, ഈ തീവണ്ടിയിൽ നിന്ന് അള്ളിയിട്ട് കൊന്ന ആ കുട്ടിയെ കൊന്ന അവനല്ല കള്ളൻ. ആ കള്ളനെയൊക്കെ ബാധിക്കാൻ വേണ്ടി വന്നാലാണെന്നോ കോടിക്കണക്കിന് ഫീസ് കൊടുക്കുന്ന വക്കീൽമാരാണ് വന്നത്. അതിൽ ഒരു വക്കീൽ വാദിച്ച് പിന്നെ മരിച്ചു പോയാൾ, അങ്ങനെയൊക്കെ ശാപം കിട്ടിയതാണ്. അപ്പോൾ ഇതൊക്കെ വൻ തോക്കുകളാണ്. അതിൻ്റെ പുറകിൽ സംസ്ഥാന വ്യാപകമായിട്ട് നമ്മൾ റെയ്ഡ് നടത്തി പുതുപ്പണ്ട് പെരപ്പുറം തുടക്കും, അത് കഴിഞ്ഞ് കിടന്ന മുകളിൽ തുടക്കില്ല എന്ന് പറയും പോലെ ഒരു ആവേശം കാണിക്കുന്ന നല്ലത് തന്നെ, തെറ്റൊന്നുമില്ല. പക്ഷെ അതിലും എന്തുമാത്രം ആത്മാർത്ഥതയുണ്ട്. ഇതൊക്കെ ഈ ആവേശം കണ്ട് പുതുവും കഴിഞ്ഞാൽ ഈ പിടിച്ചത് തന്നെ പല രീതിയിലൊക്കെ മാറി നടത്തി പോവും, ഇതിലൊക്കെ ആര് കണ്ടു പോകില്ല എന്നൊക്കെ. ഇതാണ് സംഗതി. നമ്മുടെ അതൊക്കെ അങ്ങനെ നടക്കട്ടെ, ഇത് നടക്കുന്ന നമ്മുടെ വിഷയം. ഇപ്പോൾ നമ്മുടെ കമൽ ഹാസൻ BJPക്ക് അനുകൂലമായി, മോഡിക്ക് അനുകൂലമായി. അങ്ങനെ പലരും മോഡിക്കും ഹിന്ദുത്വനും അനുകൂലമാണ്. അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ജോസഫ് വിജയ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി, ആ ജോസഫ് വിജയ് മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതയ്ക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്റ്റാലിനൊക്കെ ഒഴിവാക്കിയത് വെറും പുഷ്പം പോലെ ഒഴിവാക്കി, നന്ദിയില്ലായ്മ കാണിച്ച്. അടിസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടി നയിക്കുന്നത് കത്തോലിക്ക രാഹുൽ ഗാന്ധിയാണ്. ഇങ്ങനെ ക്രിസ്ത്യൻ സമുദായം ഇന്ത്യയിൽ ആധിപത്യം നോക്കിയാൽ സ്വാഭാവികമായിട്ടും BJPയിൽ സംഘപരിവാർ വളരും. അത് സൈക്കോളജിയാണ്, അത് പിന്നെ ഫിലോസഫിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന്, കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് ഈ കത്തോലിക്കായ രാഹുൽ മാറി എന്നില്ലെങ്കിൽ എല്ലാം BJPയിലേക്ക് പോകും. കേരളത്തിൽ പോയിക്കൊണ്ട് ഇപ്പം നിങ്ങൾക്കറിയില്ല എന്തുമാത്രം അന്തർലീനമായി കിടപ്പുണ്ട് അടിയൊഴുക്കുകൾ.
ഒരു കാല് പൊക്കി അപ്പോൾ വേറെ നിൽക്കുകയാണ്. കേരളത്തിൽ പോലും BJP ചില നിൽക്കുകയാണ്. ഒരുപടി ആൾക്കാർ, വ്യക്തികളുണ്ട്, നേതാക്കളുണ്ട്. കേരളത്തിൽ നിന്ന് ആലോചിച്ച് നോക്ക്. ഏറ്റവും ചെറിയ 10% ക്രിസ്ത്യൻ സമുദായം. ഇന്നലെ നമ്മുടെ വിദേശ ചാനലുണ്ടല്ലോ, മറുനാൾ മലയാളിയുടെ, അദ്ദേഹം പറഞ്ഞ് 10% ഉള്ള ക്രിസ്ത്യൻസിനാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടിയിരിക്കുന്നത് മന്ത്രിസഭയിലെ MLAക്ക്. അതേസമയത്ത് മുസ്ലിങ്ങൾക്ക് ആളോഹരി കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് തെറ്ററിയില്ല. അങ്ങനെ അന്യായമായിട്ട് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും കേരളം പോലെയുള്ള രാജ്യങ്ങളിൽ, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ ആധിപത്യം ഉണ്ടാക്കാൻ കോടികളും ഇറക്കുമതി ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ പാലാരിവട്ടം ഒരു ജംഗ്ഷൻ എടുത്ത് നോക്ക്, അവിടെ 100 ഏക്കറാണ് ചർച്ചിൻ്റെ വക. കത്തോലിക്ക ഉണ്ട്, മറ്റുണ്ട്, അങ്ങനെ 5-8 വിഭാഗങ്ങൾ വീട്. 100 ഏക്കർ സ്ഥലം, കണ്ണായ സ്ഥലം. അതുപോലെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ബ്രിട്ടീഷുകാരെ സോപ്പിട്ട്, അതിനു മുമ്പ് രാജാക്കന്മാരെ സോപ്പിട്ട്, അതിനുശേഷം കോൺഗ്രസ് വന്ന് കോൺഗ്രസ് സോപ്പിട്ട്, ഇപ്പോൾ BJP സോപ്പിടാൻ നോക്കി. പക്ഷേ BJPക്ക് ഒരു കാര്യം മനസ്സിലായി, ഇനി ഈ 2% ക്രിസ്ത്യാനി സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ ഒരു നേട്ടമില്ല, മാത്രമല്ല ഹിന്ദുക്കൾ പോവുകയും ചെയ്യും. അതുകൊണ്ട് അവർ ക്രിസ്ത്യൻ സമുദായത്തെ മാറ്റി നിർത്തിയിട്ട് ഹിന്ദു ഇതൊക്കെ ചെയ്തിട്ട് ക്രിസ്ത്യൻ സമുദായത്തെ മുനും കേസ് വേണ്ടി എന്തുമാത്രം പാടുപെട്ടു BJPയുടെ. പക്ഷേ എന്നിട്ട് അവിടുന്ന് അത് ഇതിനു മുമ്പ് കിട്ടിയ വോട്ട് പോലും കിട്ടിയിട്ടില്ല. പിന്നെ എന്താ ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ BJP തീരുമാനം എടുത്ത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും അങ്ങനെ അമിതമായ ക്രിസ്ത്യൻ സ്നേഹം കാണിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കാണിക്കുന്നുണ്ട് ഹിന്ദുക്കൾ പലരും ഒഴിഞ്ഞു മാറി പോകുന്നു. അതുകൊണ്ട് അത് വേണ്ട, അത് അവരെ ന്യൂനപക്ഷമായിട്ട് തന്നെ കണക്കാക്കി മാറ്റി നിർത്തിയാൽ. അത് നമ്മുടെ കുര്യനെയൊക്കെ മാറ്റിയല്ലോ. ഇനി ഒരു ക്രിസ്ത്യൻ മന്ത്രി കേരളത്തിൽ വരാൻ സാധ്യത വളരെ കുറവാണ്. കാര്യം ആനിയുടെ മകനെ ആകുമെന്നൊക്കെ പറഞ്ഞാലും അന്ത്യനിമിഷം അവരെടുത്ത തീരുമാനം പുറത്ത് വന്നിട്ടില്ല. അത് വേണ്ടെന്നുള്ളതാണ് ഞങ്ങൾ മനഃശാസ്ത്രം ബന്ധം കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ BJPയുടെ മോഡിക്കായിട്ടൊന്നും അത് നേരിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ മനഃശാസ്ത്രം പറഞ്ഞത് അത് സാധ്യത കുറവാണെന്നാണ്. കാരണം വെച്ചാൽ അവരത് മനസ്സിലാക്കി. അപ്പോൾ ക്രിസ്ത്യൻ 2% മാത്രം ക്രിസ്ത്യൻ സമുദായം ഇത്രയും ആഴത്തിൽ ഇന്ത്യയെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ, മുസ്ലിങ്ങൾ ഒരു പക്ഷത്തോടി അതിൻ്റെ ചില വിദേശ സഹായമൊക്കെ വാങ്ങിച്ച് അവർ വളരാൻ ശ്രമിക്കുമ്പോൾ, പിന്നെ ഹിന്ദു എന്ന രാജ്യം അവർക്കും അവരുടെ നിലനിൽപ്പ് പോകണ്ടേ. കോൺഗ്രസ് ആർക്കെങ്കിലും മനസ്സിലായി. കോൺഗ്രസ് ഇപ്പോഴും എല്ലാ കാലത്തും കോൺഗ്രസ് ക്രിസ്ത്യൻ ജൈവാണ് കാണിച്ചത്. നെഹ്റുവിൻ്റെ കാലം പോലെ ഇങ്ങോട്ട് എടുത്താൽ ക്രിസ്ത്യൻ ജൈവാണ് കോൺഗ്രസ്. ഇതൊക്കെ BJP അത് വെറുതെ അല്ല, കുറേ സത്യമുണ്ട്. കാരണം നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്നു മറ്റേ മത്തായി. ആ മത്തായി അവസാനം നെഹ്റുവിനെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങളോ ക്ലാസ്സിൽ അയാൾ ജീവിച്ചില്ല, ഭരിച്ചിരിക്കുക, തല്ലിക്കൊല്ലയാണ്. അത്ര മോശമായിട്ടാണ്. അത്രയും കാലം വിശ്വസ്ത നിർത്തി കൂടെ നിർത്തിയിട്ട് നെഹ്റുവിനെ കുറിച്ച് എഴുതിയ പുസ്തകം സത്യമാണെങ്കിൽ, ഞാൻ വായിച്ചല്ല കേട്ടുള്ളത്, സത്യമാണെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തല്ലിക്കൊല്ലുന്നത്. അതുമായിട്ട് മരിച്ചു എന്നാണ് മരിച്ചതിൻ്റെ അറിവ്. അതൊരു ക്രിസ്ത്യാനിയായിരുന്നു. ക്രിസ്ത്യാനികളിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ അമിതമായ ഈ അപ്രമാദിത്യം കൈകാര്യം ഇരിക്കമ്മനെ കിടന്നു കൊടുത്തിട്ട് സമ്മതിക്കാൻ മാറ്റിയില്ലെങ്കിലോ ഇവിടെ ഭസ്മാക്കി കളയും. 2% ക്രിസ്ത്യാനി ഇന്ത്യയിൽ ഒരു വിഷയമല്ല ഹിന്ദുക്കൾക്ക്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മുസ്ലിം വിരോധം കാണിച്ചിട്ടും കാര്യമില്ല. ഇനി മുസ്ലിങ്ങൾ നിങ്ങൾ സ്നേഹിച്ചിട്ടും കാര്യമില്ല, മുസ്ലിം വിരോധം കാണിച്ചു തരും. മുസ്ലിം വിരോധം കാണിച്ചാൽ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് അണികളെ പിടിച്ചെടുത്താം. പക്ഷേ അതുകൊണ്ട് ഈ ഹിന്ദുക്കളുടെ ഇടയിൽ പിടിച്ചെടുത്താൻ പറ്റുന്നില്ല. അത്ര മോശമായിട്ടാണ് സാമ്പത്തികമായിട്ടും എല്ലാ നിലക്കും അവർ അവകാശത്തേക്കാൾ 10 ഇരട്ടിയാണ് നേടിയിരിക്കുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞങ്ങളൊന്നുമില്ല, ഈ വിദേശ പണം വാങ്ങിച്ച് പന്നി പോലെ ചേർത്ത് ക്രിസ്ത്യൻ മിഷണറിമാരും ക്രിസ്ത്യൻ പുരോഹിതന്മാരും കേരളത്തിലും ഇന്ത്യയിലും വിലസുമ്പോഴേ ഇവിടുത്തെ പൂർവികരായ ദളിത് ഉൾപ്പെടെയുള്ള ആദിവാസി ഉൾപ്പെടെ അവരെല്ലാം പട്ടിണി കിടക്കാണ്. ഇത് കാത്തിരിക്കാൻ പറ്റുമോ? അത് പട്ടിണി കിടക്കാണെന്ന് വെച്ചിട്ട് കോൺഗ്രസ് അവർക്ക് സഹായം ചെയ്ത് കൊടുക്കില്ല. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എത്ര വർഷം ഈ കള്ള കോൺഗ്രസ്സുകാർ പൂഴ്ത്തി വെച്ച് അവസാനം BPC വന്നപ്പോഴേ പേരെടുത്തിട്ട് അത് കരിക്കാട്ടി കളയും ചെയ്തു. എത്ര വർഷം പൂഴ്ത്തി വെച്ച് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. അന്ന് ഇന്നലെ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ആരോട് വന്നിട്ട് കോൺഗ്രസ് അവിടുന്ന് കോൺഗ്രസ് ഒരു ബന്ധം കൊണ്ടുവന്ന് എന്താണ് ബില്ല് അന്തോണി ബില്ല് കൊണ്ടുവന്ന് പാട്ടുപുറത്ത് കൃഷിഭൂമിയിൽ നിന്ന് തവളയും മത്സ്യം പിടിക്കാൻ അധികാരം ജന്മിക്കാണ്. ഗൗരിമേണ ബില്ലൊക്കെ മാറ്റി വെച്ച് അത് കൊടുത്തത്. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് അന്നും ഇന്നും സമ്പന്നനും സവർണനും പിന്നെ ക്രിസ്ത്യൻസിനും വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നതാണ്. അന്നും അതെ ഇന്നും അതെ. പിന്നെ അവർക്ക് എങ്ങനെ നമ്പാൻ പറ്റും കോൺഗ്രസ്? അത് കോൺഗ്രസ് BJP ശക്തമായോട് കോൺഗ്രസ് എല്ലാം അങ്ങോട്ട് പോയത്. കാരണം ജാതി സെൻസ് എടുത്തിട്ടപ്പോഴാണ് രാജസ്ഥാനിൽ നിന്ന് ഗെഹ്ലോട്ട് കാലുവാരി BJP ഭരണം കൊടുത്തത്, മധ്യപ്രദേശ് കൊടുത്തത്. ഇതൊക്കെയാണ്
നമ്മൾ അടിയൊഴുക്ക് മനസ്സിലാക്കാൻ നിയമം ഉണ്ടാക്കാൻ നോക്കിയാലേ നിങ്ങൾ സംഘപരിവാറിനെ പോലെ അണികളെ ശക്തമാക്കി നിർത്താതെ രാഹുൽ ഗാന്ധി ആരോ പറഞ്ഞു കേട്ട് ആയിഷ നല്ല ഐഡിയ ഇസ് ഗുഡ് ബട്ട് ലിവിസ് ബൈ നോയില്ലേ ഐഡിയ നല്ലതാണ് തെറ്റൊന്നുമില്ല. നമ്മൾ കേപ്പബിൾ നോക്കണം. കേരളത്തിൽ വന്നല്ലോ ഈ സതീഷ് ഉൾപ്പെടെ അതിന് പ്രതിപക്ഷമായിട്ട് നിന്നല്ലോ 10 വർഷം 5 വർഷം അതിനെക്കുറിച്ച് വാക്ക് പിണ്ടിയോ കേരളത്തിൽ. ഇപ്പൊ കേരളം എല്ലാം കൂടി അമേരിക്കയിൽ വിൽക്കമാണ്. ആശുപത്രി കംപ്ലീറ്റ് അമേരിക്കയുടെ കയ്യിലായി. അതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം LDF-ൽ നിന്ന് മോശമായിട്ട് ജന അഭിപ്രായം ഉണ്ടാക്കിയിട്ട് UDF-ൽ അധികാരം കിട്ടി. UDF അമേരിക്കൻ ചായവോടി പിന്നെ ആശുപത്രി വിദ്യാലയങ്ങൾ ട്രാഫിക് എല്ലാം എടുക്കണം, പൊതുഗതാഗതം. അത് പിണറായിയെ കയ്യിലെടുത്തുകൊണ്ട് പിണറായി കൊണ്ട് ചെയ്യാൻ പാടത്ത് എല്ലാം ചെയ്യിച്ച് അതിൽ സഖാക്കൾ ഒരു പറ്റ സഖാക്കൾ കൂട്ടുനിന്ന് പോലീസ് കൂട്ടുനിന്ന് ഭരണകൂടം കൂട്ടുനിന്ന് അങ്ങനെ മോശക്കാരെ ചിത്രീകരിച്ചു പിണറായിയെ. അങ്ങനെ വോട്ട് മറിച്ച് ചെയ്താണ് അത് UDF അധികാരത്തിൽ. ഇപ്പോൾ UDF വന്നപ്പോഴോ എന്താണ് ആശുപത്രി സർക്കാർ ആശുപത്രിയിൽ ഗുണമേന്മ ഇല്ലെന്ന് വെച്ചിട്ട് പണമുള്ളവർ കംപ്ലീറ്റ് സ്വകാര്യത്തിൽ പോകണം. അത് നിസ്സാര കാര്യമാണോ? 1, 2, 10 അല്ല, ലക്ഷങ്ങളാണ്. ലക്ഷങ്ങൾ കഴിയില്ല മുടക്കാൻ പറ്റാത്തത് ചത്തുപോയിക്കോട്ടെ എന്നാണ് അവർക്ക്. പക്ഷേ കാശുള്ള ഭാഗത്ത് അങ്ങ് ചെന്നാൽ മതിയല്ലോ. ഇനി സർക്കാർ നോക്കിയോ ഒരുവിധം നല്ല രീതിയിൽ പോയത് 3 സ്ഥാപനമുണ്ട് കേരളത്തിൽ. മറ്റ് പലതുണ്ടെങ്കിലും ഒന്ന് ആതുര ശിശുരാലയം ഇന്ത്യയിൽ നമ്പർ 1 ആയിരുന്നു. വിദ്യാഭ്യാസം ഇന്ത്യയിൽ 1 ആയിരുന്നു. ട്രാഫിക് ഗതാഗതം നമ്മുടെ KSRTC ഉൾപ്പെടെ ഈ ഇന്ത്യയിൽ നമ്പർ 1 ആയിരുന്നു. ഇത് 3ഉം തകരാൻ തുടങ്ങിയേ. അതിൻ്റെ വനിതകൾക്ക് ഫ്രീ കൊടുക്കുന്നത് എന്ത് ന്യായമാണെന്ന് ചോദിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ UDF ഗവൺമെൻറ് പറഞ്ഞ ആ ഒരു ഇത് വനിതകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഫ്രീ കൊടുക്കണം എന്ന് പറഞ്ഞ് എന്ത് ന്യായമാണുള്ളൂ, എന്ത് ലോജിക്കുള്ളത്? അതിൻ്റെ പേരിൽ 30,000-ഓളം ബസ് സർവീസ് കേരളത്തിലുണ്ടായിരുന്ന അതിപ്പോൾ 7,000 കുറഞ്ഞു. പണ്ടേ ദുർബല പിന്നെ ഗർഭിണി പോലെ പണ്ടേ തന്നെ പ്രൈവറ്റ് ബസ് വിഷയത്തിലാണ്. പണ്ടൊക്കെ ഒരു ബസ് മുതലാളി എന്ന് പറഞ്ഞാൽ അന്തസ്സുണ്ട് സമൂഹത്തിൽ. റേഷൻ കടക്കാർ എന്ന് പറയില്ല, പെട്രോൾ പമ്പ് എന്ന് പറയുമ്പോൾ ഒരു ഉറപ്പുള്ള വെച്ചത്. ഇന്നിപ്പോൾ 2,000 രൂപ കൊടുത്തിട്ട് മുതലാളിമാരിൽ നിന്ന് ഈ ഗുണ്ടകൾ ഇത് വാങ്ങിക്കും. ദിവസം 2,000 രൂപ. അവരൊന്നും അറിയില്ല. അവന് കഞ്ചാവ് ചൂണ്ടിൽ വെച്ചിട്ട് മത്സരിച്ച് ഓടാണ്. ചത്താ പോട്ടെ, അപ്പോൾ കേസും അധികം ആളുണ്ട്. അങ്ങനെ പിടിച്ചിട്ട് കാശുണ്ടാക്കല്ലേ. അങ്ങനെയല്ലേ സ്വകാര്യ ബസ്സൊക്കെ. അതിപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ഒന്ന് മയപ്പെട്ട് ആദ്യം മത്സരം ഉണ്ടായിരുന്നില്ല, അപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അറിയുന്നത്. ഇതൊന്നും പരിഹാരം കാണാൻ ഈ സതീഷ് കൊണ്ട് കോൺഗ്രസ് ഗവൺമെൻറ് സാധിക്കില്ല. ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർക്ക് അസംബ്ലിയിൽ അവൻ്റെ മണ്ഡലത്തെക്കുറിച്ച് ഉന്നയിക്കാൻ വിഷയം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വലിയ നേട്ടമാണോ? അത് നേട്ടമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പരിധി നേട്ടമാണ് പറയാം. കാരണം ഏതുപോലെന്നറിയോ ശ്രദ്ധിച്ചോ? അഹമ്മദ് സാഹിബ് കേന്ദ്ര മന്ത്രിയായപ്പോൾ VP സിംഗ് രാജീവ് ഗാന്ധി എന്നാണ്. രാജീവ് ഗാന്ധിയാണല്ലോ, കാരണം VP സിംഗ് കാലത്തല്ലല്ലോ. ആ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇയാൾ ഒരു കാര്യം പറഞ്ഞു. ഓൾ ഇന്ത്യ റേഡിയോയിൽ ഖുർആൻ പാരായണം വൈകിട്ടാണ്, വെള്ളിയാഴ്ച. അത് രാവിലെ ആക്കി. അതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് ഒട്ടിഘോഷിച്ചു. എന്തുകൊണ്ടോ വൈകിട്ട് ഓതിയ ഖുർആൻ പാരായണം രാവിലെ ആക്കിയത്. വൈകിട്ട് ഓതുന്ന ഖുർആൻ പാരായണം രാവിലെ ആക്കിക്കൊണ്ട് ഈ സമുദായത്തിൽ നിന്ന് നേട്ടം അല്ലെങ്കിൽ രാജ്യത്ത് നേട്ടം. അതുപോലെ ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ഇപ്പോൾ പിന്നെ ഷാനിമോൾ ഉസ്മാനാണ്. അത് മാറി വരുമല്ലോ. ഷാനിമോൾ ഉസ്മാൻ മണ്ഡലത്തെക്കുറിച്ച് സംസാരിക്കുക അവസരം കിട്ടുന്നത് നല്ലത് തന്നെ. അതൊന്നും കാര്യമില്ല. കാതലായ വശം അപകടം. കാരണം അത് LDF ഗവൺമെൻറ് UDF ഗവൺമെൻറ്റും അതെ. കാരണം എന്താ പറയുക, UDF ഗവൺമെൻറ് വരാൻ വേണ്ടി നമ്മളെല്ലാം പാടുപെട്ട് ശ്രമിച്ചു. പക്ഷേ വന്നപ്പോൾ അതിനേക്കാൾ അവ ഈ തൂറാത്ത ദൂരപ്പോൾ തീട്ടുകൊണ്ട് ഒരു പഴഞ്ചലുണ്ട്. അതുപോലെ ആയിപ്പോയി. കാരണം 29 ബാർ ഉണ്ടായത് LDF 10 വർഷം കൊണ്ട് 900 ആക്കി, 900 ആക്കി, 1000 900 ആക്കി. അത് എത്ര ഇരട്ടി കൂടി? 30 കൂടിയാൽ 10 ഇരട്ടി കൂടി 300, 30 ഇരട്ടി ബാർ കൂട്ടി കൊടുത്തിട്ടുണ്ട്. വല്ല മനസ്സിലാകുന്നുണ്ടോ? ഒരു ബാർ ചുരുങ്ങിയത് 5-10 കോടിയാണ് കമ്മീഷനൊക്കെ ആയിട്ട് ചെലവ് വരുന്നത്. അത് 30 ഇരട്ടി കൊടുക്കും ഈ LDF ഗവൺമെൻറ്. അതിലെല്ലാം ആലുവയിൽ നിന്നൊരു CPM നേതാവ് ബാർഡ് ലൈസൻസ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ട്രിവാൻഡ്രത്തേക്ക് ആഴ്ച പ്രാവശ്യം പോയിട്ട് പറഞ്ഞത് ഫസ്റ്റ് ക്ലാസ് ട്രെയിനിൽ. അറിയാലോ എന്തിനാ പോണേ? വെറുതെ പോകണമെന്നാണോ? ഒരു ലൈസൻസ് വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് കിട്ടും 19 ലക്ഷം രൂപ, മറ്റുള്ളവർക്ക് കിട്ടും കോടികൾ, സർക്കാരിനും കിട്ടും കോടികൾ. എന്ന് ജനങ്ങൾ പിടിച്ചെടുക്കാമല്ലോ. 30 രൂപ മുടക്കുക സാധനം അല്ലെങ്കിൽ 30 രൂപ മുടക്കുള്ള സാധനം 300-500 വിൽക്കാം. 10-20 ഇരട്ടി ലാഭമല്ല. അതിലെ ബാറ് തന്നെ 20 ഇരട്ടി ലാഭമാണ്. അത് ലാഭമുള്ള ഏതാണുള്ളത്?
ഹോട്ടലിൽ ചോറ് കൊടുത്ത് 200 ചോറ് കൊടുത്താൽ എന്ത് കിട്ടും? 200 കിട്ടേക്കുള്ളൂ. അത് മുഴുവൻ അതിൽ കൂടുതൽ കിട്ടില്ല. ഇതല്ല 10-20 ഇരട്ടിയാണ് കിട്ടുന്നത്. 600 30 സാധനം 600 കൊടുക്കുമ്പോൾ 20 ഇരട്ടിയാണ്. അപ്പോൾ എന്ത് കൊടുക്കാം? അങ്ങനെ ഉണ്ടാക്കി. എന്നിട്ട് എന്ത് നന്നാക്കി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങൾ നന്നാക്കാൻ വരുന്നത് വിചാരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും പിഴച്ചുപോയി, ജനങ്ങൾക്ക് അകന്നുപോയി. ഇപ്പോൾ കോൺഗ്രസ് വന്നപ്പോൾ UDF ഗവൺമെൻറ് അതേ ക്ലാപ്പ് ഒരു മാസം കൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി. ജനങ്ങൾ വെറുത്തു തുടങ്ങി. ഒരു മാസമുണ്ട്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഒരു പക്ഷേ TH മുഹമ്മദ് കോയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പ്രായം കുറഞ്ഞ മന്ത്രിസഭ സതീഷ് ജയിക്കുന്നു. ഞാൻ പറഞ്ഞ മാത്രം ഞങ്ങൾ പറഞ്ഞത് പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ അല്ല, എൻ്റെ അഭിപ്രായമല്ല. എനിക്കിൻ്റെ പ്രത്യേക അഭിപ്രായത്തില്ല. എനിക്ക് ആരോടും പ്രത്യേക താല്പര്യമില്ല, എതിർപ്പില്ല. ഞങ്ങൾ UDFിൻ്റെ വക്താവ് തന്നെ സംശയമൊന്നുമില്ല. പക്ഷേ പബ്ലിക്കിൻ്റെ അഭിപ്രായം എന്നിൽ കൂടി ഞാൻ എൻ്റെ വായിൽ കൂടി ഞാൻ ഇതിൽ പറയും, ചാനലിൽ പറഞ്ഞത്. ഞങ്ങൾ പാർട്ടിയുടെ ജനതകളിനെ ആശ്രയിച്ചു. അത് കംപ്ലീറ്റ് UDF ഞങ്ങളുമായിട്ട് വാദിക്കുന്നു, എവിടെ ഒന്നുമില്ല. പക്ഷേ ഇതൊരു സ്വതന്ത്രമായ ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ എന്ന് പറയും, സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷണം. ആ നിലക്കാണ് പറയുന്നത്. പബ്ലിക്കിൻ്റെ അഭിപ്രായം പറഞ്ഞല്ല, എൻ്റെ അഭിപ്രായമില്ല. വളരെ പ്രതിസന്ധിയാണ്. ലോകം വില കൂടും. ഇപ്പം എല്ലാം വരാൻ പറഞ്ഞു. എല്ലാം വന്നാൽ ഇതൊക്കെ അപകടം ഉണ്ടാകുന്ന വില വർദ്ധ വരും. ഇതൊക്കെ എന്താ വാർത്ത കേട്ടുപോകും. അങ്ങനെയാണ് സംഗതി. അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റും പിന്നീട് ഇപ്പോൾ LDF ഗവൺമെൻറ്റും അതിന് മുമ്പുള്ള LDF ഗവൺമെൻറ്റും ഇപ്പോഴത്തെ UDF ഗവൺമെൻറ്റും ജനങ്ങൾക്ക് നന്മ ചെയ്താണ് ഉദ്ദേശമെങ്കിൽ വനിതകൾക്ക് എന്തിന് ഫ്രീ കൊടുക്കുന്നു ട്രാൻസ്പോർട്ട് ബസ്സിൽ? എന്തായാലും ലോജിക്ക്. 1-2 ലക്ഷം രൂപയൊക്കെ ശമ്പളം വാങ്ങിയ കിമ്പിളൊക്കെ ആയിട്ട് 5-8 ലക്ഷം രൂപ മാസം കിട്ടുന്ന സ്ത്രീകൾക്ക് പോകാൻ ബസ്സിൽ അവരാണല്ലോ സ്ഥിരം പോകുന്ന യാത്ര പോകുന്നത്. അല്ലാതെ പാവപ്പെട്ടവർക്ക് വല്ലപ്പോഴേക്കലേ ഉള്ളൂ. അവരാണ് സ്ഥിരം. ഈ ആ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഈ സർക്കാർ കൂടെ അതിലും ആർക്കാണ് അങ്ങനെ എത്ര കിട്ടും? 10% ഏതാണ്ട് ന്യൂനപക്ഷങ്ങൾ 5%, 15, 20, 10-30%. ബാക്കി 70% സവർണരാണ് ഇവിടെ ജോലിയിൽ പോകുന്നത്. സവർണ വിഭാഗമാണ്. പിന്നോക്കം എല്ലാം ചേർത്താൽ ഒരു 30-40%. ബാക്കി 50-60% പോകുന്നത് സവർണ വിഭാഗം. അവർക്കാണ് നേട്ടം വീഴുന്നത്. അപ്പോൾ ഒന്നും അറിയാതെ കൊടുത്ത് സതീഷ് കൊടുത്തു പറയാൻ പറ്റുമോ? സതീഷ് മണ്ടനാണല്ലോ. സതീഷ് അഗ്രഗണ്യനാ. മുസ്ലിം ലീഗിനൊക്കെ വിറ്റ് കാശ് സതീഷിൻ്റെ കയ്യിലുണ്ടെന്ന് കുഞ്ഞാക്ക മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ തോറ്റൊപ്പിട്ട് പോകും. ഞങ്ങൾ അന്ന് ഇന്നും പറയുന്നുണ്ട്, നിങ്ങൾ സതീഷ് നിങ്ങൾ ശ്രദ്ധിക്കണം. അപാര ബുദ്ധിമാൻ, നിസ്സാരക്കാരനില്ല. കാരണം കുഞ്ഞാക്കാക്ക് താല്പര്യം ഉണ്ടായിരുന്നു അൻവറിനെ മുന്നിലെടുക്കാൻ. സതീശന് അതിന് അതേ അങ്ങനെ കൊടുക്കുന്ന കാര്യത്തിൽ പോലും ചിന്ത പോലും സതീശൻ ഉണ്ടാകത്തില്ല. കാരണം പോണാൽ പോട്ടുകളാണ്. അത് അൻവറിൻ്റെ മണ്ടത്തരമുണ്ട്, ധിക്കാരമുണ്ട്. ഈ മുസ്ലിങ്ങളിൽ ചില പണക്കാർ അഹങ്കാരികളാണ്. കണ്ടില്ലേ നിഷാം സെൻട്രൽ ജയിലിൽ കിടക്കാണ്. കൊതുകൊണ്ട് കൊണ്ട് താഴെ കലക്കവെള്ളം കുടിച്ച്. ഇതാണ് 1500 കോടി രൂപ കണക്കിലുണ്ട്. ഒരു 5000 കോടി സ്വത്തിന്. തൃശ്ശൂരിലെ ഏറ്റവും വലിയ സമ്പന്നാണ്. അതിന് മുമ്പിൽ ഇപ്പോഴത്തെ ലോക പണക്കാരനുണ്ടല്ലോ, മറ്റേ പുള്ളി സ്വർണ്ണക്കടക്കാർ, അവരൊന്നും അല്ലായിരുന്നു. അത്ര കണ്ട് സമ്പന്നായിരുന്നു. ആ ധിക്കാരി അയാൾക്ക് ചെയ്യിച്ചാന്നറിയില്ല. അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ്റെ കാറിടിച്ച് കൊന്ന് അതിൻ്റെ പേരിൽ സുപ്രീം കോടതിയിൽ പോയിട്ട് ഇപ്പോൾ കിടക്കാണ് ജയിലിൽ. അഹങ്കാരി ധിക്കാരം കാണിച്ചു. അതാണ് അവസ്ഥ. അവൾ എന്ത് മനസ്സിലാക്കി? അപ്പോൾ അൻവർ പറഞ്ഞു, അൻവറിനെ ഒരു രീതിയിലും സഹകരിച്ചില്ല. കാരണം അൻവർ വന്നത് RS വിരോധം പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ RS വിരോധം കൊണ്ട് വന്ന അൻവറിനെ പിന്നെ സതീശൻ സപ്പോർട്ട് ചെയ്യുമോ? 3 കാര്യം. ഒന്ന് പിണറായി വിരോധം, പിന്നെ RS വിരോധം, പിന്നെ ന്യൂനപക്ഷ അല്പം സ്നേഹവും കാണിച്ചു. ഇത് 3 സതീശ് സംബന്ധിച്ച് ഏറ്റവും ശത്രുവല്ലേ? കഴിഞ്ഞ 5 വർഷമെടുക്ക് ഈ LDF ഗവൺമെൻറ് സതീശൻ പരസ്യമായിട്ട് ഒരു സമരം പോലും ചെയ്തിട്ടുണ്ടോ? ഒരു സമരം പോലും. ഒരു വാചകസ് എടുത്തു. അവരും അന്തർലീനമായി കിടക്കരുത്. അത് പറയാൻ കാരണം 10 വർഷം LDF ഭരിച്ചിട്ട് ആ 500 കോടിയുടെ അണ്ടിക്കേസിൽ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരായിരിക്കോ കമ്മ്യൂണിസ്റ്റുകാരിക്കോ 2 പങ്കിട്ടത്തില്ലേ? അതൊക്കെ നിൽക്കക്കളി ഇല്ലാതെ മാത്രമാണ് ചെയ്തത്. അപ്പോൾ സതീശൻ്റെ ഉദ്ദേശശുദ്ധിയെ ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് പറയുന്ന രാഷ്ട്രീയ ചിന്താഗതി. നല്ല കണക്കത് എത്രയുണ്ട്, അപകടത്തിലേക്ക് പോകുന്നു. അപ്പോൾ ആയുധ വിൽപ്പന, ലഹരി വിൽപ്പന, അവയവദാനം, ഇത് 3ഉം നിയന്ത്രിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പോലില്ല, അതിനേക്കാൾ അപ്പുറത്തുള്ളവരാണ്. ആ ടീമിനെ എതിർക്കാൻ ഒരു സതീഷ്, ഒരു പിന്നെ രമേശ് വിചാരിച്ച് നടക്കൂല സാർ.
പിന്നെ ഇങ്ങനെ കാട്ടിക്കൂട്ടുക, കുറേയൊക്കെ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് സമ്പാദിക്കാം, കുറച്ച് പേർക്ക് പിന്നെ വിട്ടു കൊടുക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായി പേരെടുക്കുക എന്നല്ലാതെ ഇതൊന്നും ലോകത്ത് മാറ്റാനും മറിക്കാനും നിങ്ങൾ ആരും ചെയ്യാൻ നടക്കില്ല. അതൊക്കെ അപ്പുറത്താണ്. നമ്മുടെ സെൻകുമാറിനെ കുറിച്ച് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, നിങ്ങളുടെയൊക്കെ ചിന്തയുടെ അപ്പുറത്ത് പോയി എന്ന് പറഞ്ഞ പോലെ അതൊക്കെ രമേശൊക്കെ ചിന്തയുടെ അപ്പുറത്താണ് ലോകത്തിൻ്റെ സ്ഥിതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.